നിങ്ങൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ കോഴ്സ് അത് ഡിപ്ലോമ ആയാലും ഡിഗ്രി ആയാലും ഏത് രീതിയിലുള്ള കോഴ്സ് ഡൊമെയിൻ സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ വാലിഡിറ്റിയും വാല്യൂവും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല എപ്പിസോഡുകളുടെയും താഴെ വരുന്ന കോമൺ ചോദ്യമാണ് പല യൂണിവേഴ്സിറ്റികളുടെ പേര് പറഞ്ഞു, യൂണിവേഴ്സിറ്റികളുടെ പേര് ചേർത്ത്, കോളേജുകളുടെ പേര് ചേർത്ത്, കോഴ്സുകളുടെ പേര് ചേർത്ത് ഇതിന് വാല്യൂ ഉണ്ടോ, വാലിഡിറ്റി ഉണ്ടോ എന്ന ചോദ്യങ്ങൾ. സോ ഈ ചോദ്യങ്ങൾക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന 6 കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ബി കോൺഫിഡൻറ്റ് അബൌട്ട് ദ വാല്യൂ ആൻഡ് വാലിഡിറ്റി ഓഫ് യുവർ കോഴ്സ്. സോ നമുക്ക് ഈ എപ്പിസോഡിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കാം. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണ്, എഡ്യൂക്കേഷൻ കോഴ്സ് ഡൊമെയിൻ സെലക്ട് ചെയ്യുമ്പോൾ മുൻപിൽ വരുന്ന വലിയൊരു ചോദ്യമാണ് അതിൻ്റെ വാലിഡിറ്റിയും വാല്യൂ എന്നുള്ളത്. അതല്ല, ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ വരുന്നില്ലെങ്കിൽ ദാറ്റ് ഓൾസോ ഇസ് എ പ്രോബ്ലം. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വാല്യൂ ഉണ്ടായിരുന്നില്ല എന്ന് അറിഞ്ഞ് ജോബിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നതിനേക്കാളും ഇഫ് യു ആർ വെൽ അവെയർ, ആ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ, പ്രിക്കോഷണറി മെഷേഴ്സ് അറ്റ്ലീസ്റ്റ് യു ക്യാൻ ടേക്ക്. സോ ഏതായിരുന്നാലും 6 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന എഡ്യൂക്കേഷൻ കോഴ്സ് അത് റെഗുലർ കോഴ്സാണോ, ഡിസ്റ്റൻസ് കോഴ്സാണോ, ഓൺലൈൻ കോഴ്സാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോഴ്സാണോ എന്ന് മനസ്സിലാക്കലാണ്. സോ എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിലുള്ള കോഴ്സുകൾ, റെഗുലർ കോഴ്സുകൾ എന്താണ്, പ്രൈവറ്റ് കോഴ്സുകൾ എന്താണ്, ഓൺലൈൻ ഡിഗ്രികൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദ എഡ്യൂക്കേറ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആ എപ്പിസോഡുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു കാർഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേറൊരു എപ്പിസോഡ് കൂടി ചെയ്യാവുന്നതാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ്. ഏതായിരുന്നാലും ഈ എപ്പിസോഡിൻ്റെ ഒരു സ്കോപ്പ് എന്നുള്ളത് അത് ഡിസ്കസ് ചെയ്യാനല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ സമയം അതിനെ ഡിസ്കസ് ചെയ്ത് കളയുന്നില്ല. പക്ഷേ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് ഏത് രീതിയിലുള്ള കോഴ്സാണ് എന്ന് മനസ്സിലാക്കലാണ്. ഐഡിയലി സ്പീക്കിംഗ്, ഈ രീതിയിലുള്ള കോഴ്സിൻ്റെ ഡിസ്റ്റിങ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി തരുന്നത് ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ പലപ്പോഴും കാശ് നോക്കി കോഴ്സ് നൽകുന്ന അവസ്ഥ വരുമ്പോൾ ഈ കാര്യങ്ങൾ മറച്ചു വെച്ച് കുട്ടികളുടെ മുൻപിൽ ഏത് കോഴ്സാണ് നൽകുന്നത്, ഏത് രീതിയിലുള്ള കോഴ്സാണ് നൽകുന്നത് എന്ന കാര്യം പൊതുവെ അറിയിക്കാറില്ല. അത് മനസ്സിലാക്കുന്നത് പലപ്പോഴും കോഴ്സ് കഴിഞ്ഞ് ജോലിയുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുമ്പോഴാണ്. ഏതായിരുന്നാലും ഈ കാര്യം ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തേതാണ് UGCയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. +2 കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ഏത് ഡിഗ്രി പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും ആ കോഴ്സ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കണം. ആ യൂണിവേഴ്സിറ്റിക്ക് UGC അപ്രൂവൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സോ അതുകൊണ്ട് തന്നെ UGCയുടെ അപ്രൂവൽ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നിങ്ങൾ പോകുന്നത്, അഡ്മിഷൻ എടുക്കുന്നത്, അവരുടെ UGC അപ്രൂവൽ സ്റ്റാറ്റസ് അവരുടെ നോട്ടീസ് ബോർഡിലോ അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവർ നൽകുന്ന സർട്ടിഫിക്കറ്റ്സിലോ ഇത് ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ അപ്രൂവലോട് കൂടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ കോളേജിൻ്റെ ഡിഗ്രി കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത്. സോ ഡിപ്ലോമ കോഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഡിപ്ലോമ കോഴ്സ് നേടുന്നത് യൂണിവേഴ്സിറ്റി വഴിയാണെങ്കിൽ അതിനും UGCയുടെ അപ്രൂവൽ ആവശ്യമുണ്ട്. അതല്ല, നിങ്ങൾ പഠിക്കുന്ന ഡിപ്ലോമ കോഴ്സ് എന്നുള്ളത് പുറത്തുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അതിന് UGCയുടെ അപ്രൂവൽ ആവശ്യമില്ല. കാരണം ഡിപ്ലോമ കോഴ്സ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും നൽകാറുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ CAD സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ABC പോലുള്ള സെൻറ്റേഴ്സുകളൊക്കെ ഡിപ്ലോമ കോഴ്സുകൾ നൽകാറുണ്ട്. സോ അവർക്ക് ഒരിക്കലും യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള കൊലാബറേഷൻ ഉണ്ടായിരിക്കില്ല. അവർ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കരിക്കുലമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ UGCയുടെ അപ്രൂവൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും, അത് ബാച്ചിലേഴ്സ് ആയാലും മാസ്റ്റേഴ്സ് ആയാലും ഈവൻ PhD ആണെങ്കിൽ പോലും നിങ്ങൾക്ക് UGC അപ്രൂവൽ ആ കോഴ്സിന് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ വളരെ നിർബന്ധമാണ്. കോഴ്സിന് മാത്രമല്ല, യൂണിവേഴ്സിറ്റിക്കും ഉണ്ടായിരിക്കണം, ആ കോളേജിനും ഉണ്ടായിരിക്കണം. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസ് ഡിഗ്രികളും ഓൺലൈൻ ഡിഗ്രികളും ഈ കാര്യത്തിൽ പ്രത്യേകം മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. കാരണം അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നത് മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ തന്നെ ഡിസ്റ്റൻസ് കോഴ്സുകൾ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് നൽകുന്നതെങ്കിൽ ആ സ്റ്റേറ്റിന് പുറത്തുള്ള, പരിധിക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ ആ യൂണിവേഴ്സിറ്റികൾ നൽകാൻ പറ്റില്ല എന്ന കാര്യവും ഈ ഒരു പ്രത്യേക സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഇനി മൂന്നാമത്തേതാണ് UGCയുടെ അപ്രൂവൽ ഉണ്ട്. പക്ഷേ
ആ കോഴ്സ് പ്രൊഫഷണൽ കോഴ്സാണ്. ലോ റിലേറ്റഡ് ആയിരിക്കാം, എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിരിക്കാം, മെഡിക്കൽ ആയിരിക്കാം, ഡെൻ്റൽ ആയിരിക്കാം, ഏത് കോഴ്സാണെങ്കിലും, ഈവൻ പാരാമെഡിക്കൽ കോഴ്സ് ആണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡി അപ്രൂവൽ കൂടി വേണം. ഉദാഹരണത്തിന് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെ പല പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. സോ ആ കോഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷണൽ ബോഡീസിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് എൻജിനീയറിംഗ് ആണെങ്കിൽ MBA ആണെങ്കിൽ AICTEയുടെ അപ്രൂവൽ വേണം, ഡെൻ്റൽ കോഴ്സ് ആണെങ്കിൽ DCAയുടെ അപ്രൂവൽ വേണം, മെഡിക്കൽ കോഴ്സ് ആണെങ്കിൽ MCAയുടെ അപ്രൂവൽ വേണം, ലോ LLB പോലുള്ള കോഴ്സുകളാണെങ്കിൽ BCAയുടെ അപ്രൂവൽ വേണം. സോ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ആ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാവൂ. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഡിസ്റ്റൻസ് മോഡിൽ അല്ലെങ്കിൽ ഓൺലൈൻ മോഡിൽ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. സോ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങളെ അഡ്മിഷൻ എടുക്കാൻ നിർബന്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും പ്രൊഫഷണൽ കോഴ്സിന് ഡിസ്റ്റൻസ് ഓൺലൈൻ മോഡിലുള്ള ഡിഗ്രികൾ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഒന്നും അപ്രൂവൽ ചെയ്തിട്ടില്ല. അതോടൊപ്പം UGCയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൊഫഷണൽ കോഴ്സിനും ഡിസ്റ്റൻസ് ഓൺലൈൻ മോഡിൽ ഡിഗ്രികൾ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം. ഇനി നാലാമത്തെ കാര്യമാണ്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നു, അപ്രൂവൽസ് ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിൻ്റെ സ്കോപ്പ് എന്ത് എന്നുള്ളത്. ഉദാഹരണത്തിന് സൈക്കോളജി പലപ്പോഴും പല കൂട്ടുകാരും എടുക്കുന്ന ഒരു ഡിഫോൾട്ട് ഡിഗ്രി പ്രോഗ്രാമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, വളരെ ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. അതോടൊപ്പം ആർട്സ് സബ്ജക്റ്റുകൾ പലതും, ലാംഗ്വേജ് പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പ്രത്യേക ഫീൽഡിലേക്ക് മാത്രമല്ലാതെ ജനറലായിട്ടുള്ള സ്കോപ്പോ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസോ നിങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് അത് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ പോലും ആ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത കൊണ്ട് പലപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് ജോബ് അന്വേഷിച്ച് ചെല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൈലബിളായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആയിരിക്കും. സോ ആ സ്കോപ്പ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. നിങ്ങളുടെ കോഴ്സിന് അപ്രൂവൽ ഉണ്ടെങ്കിൽ പോലും, അതിന് വാലിഡിറ്റി ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ജോബ് കിട്ടാത്ത അവസ്ഥ വരും. സോ ആ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിലെ സബ്ജക്ട്സും മറ്റും. ഇനി അഞ്ചാമത്തെ കാര്യം എന്നുള്ളത്, ഇനി കോഴ്സും ഓക്കെയാണ്, വാല്യൂ ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്, പക്ഷേ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ, ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ കോളേജിലുള്ള സർവീസും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, അതിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആകാം, ഫാക്കൽറ്റി ആകാം, ടീച്ചേഴ്സ് ആകാം, ഇതൊക്കെ കേപ്പബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരിക്കുക, നല്ല ലാബ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുക, പഠിച്ചിറങ്ങുന്നതിന് മുൻപ് പ്ലേസ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള കോളേജുകളുമായും ഇൻഡസ്ട്രിയുമായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ള എക്സ്പോഷറൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്ഥാപനമാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് എന്ന കാര്യവും മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ഡിഗ്രി പ്രോഗ്രാം എന്നുള്ളത് നിങ്ങൾ 10th വരെ പഠിച്ചതുപോലെയോ +2 പഠിച്ചതുപോലെയോ അല്ല, മറിച്ച് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോബിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. സോ ആ രീതിയിലുള്ള ഒരു സർവീസ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കുക. അതും നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ, ഡിഗ്രിയുടെ വാല്യൂവും വാലിഡിറ്റിയും മനസ്സിലാക്കി തരുന്നു. ഇനി ആറാമത്തെ കാര്യം, ഇത് പേഴ്സണലാണ്. കാരണം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഔട്ട്സൈഡ് ഏജൻസി അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് നൽകുന്നവരുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ, ആറാമത്തേത് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും ആ കോഴ്സും നിങ്ങളും തമ്മിൽ എത്രത്തോളം അലൈൻഡ് ആണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയ ടോപ്പിക്കാണോ, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ, അതോടൊപ്പം അത് പഠിച്ചതിന് ശേഷം ആ സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് എവിടെയൊക്കെയാണ്, അതിൻ്റെ ഡിമാൻഡ് എന്തൊക്കെയാണ്, ഏത് രീതിയിലുള്ള ജോബിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് എന്നൊക്കെയുള്ള മിനിമം ബോധമെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് നിങ്ങളെ ജോബിലേക്ക് എത്തിക്കുമെന്ന് ബ്ലൈൻഡായി ബിലീവ് ചെയ്യാതെ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എക്സ്പ്ലോറേഷൻ നടത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കോഴ്സ് എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിർണ്ണയിക്കും. പക്ഷേ ആ എഡ്യൂക്കേഷനെ എത്രത്തോളം കൊണ്ടുപോകണമെന്നുള്ളത് നിങ്ങളാണ് നിർണ്ണയിക്കേണ്ടത്. അതോടൊപ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ ഫുള്ളായി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് മിനിമം ബോധമുണ്ടായിരിക്കുക. അത് ഏതൊക്കെ രീതിയിലുള്ള ഡൊമൈനിലേക്കാണ്, ഡിസിപ്ലിനിലേക്കാണ്, ജോബിലേക്ക് നിങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമല്ല കോമൺ സെൻസിൽ കൂടി അറിഞ്ഞിരിക്കണം എന്ന കാര്യവും മനസ്സിലാക്കിയെടുക്കുക എന്നൊക്കെയുള്ള പല കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തെടുക്കേണ്ടതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് 6 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന
എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ വാല്യൂവും വാലിഡിറ്റിയും നിർണ്ണയിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ചോദ്യോത്തര വേളയിലോ അല്ലെങ്കിൽ പുതിയ എപ്പിസോഡിലോ അതിനുള്ള ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.